വീണ്ടും നേരിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുകയാണ്. ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ രാഷ്ട്രീയ വിഷയമായി ഇത് മാറുകയും അല്ലെങ്കിൽ കൂടുതൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആളുകൾ എത്തുകയും ഒക്കെ ചെയ്തു. അവർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ പെപ്പർ സ്പ്രേ പോലീസ് പ്രയോഗിച്ചു എന്നാണ്. അതിൻ്റെ ഭാഗമായി ചില പ്രദേശവാസികളും പോലീസുമായി തന്നെ ഒരു ചെറിയ തർക്കം ഉടലെടുക്കുന്നു. അതോടൊപ്പം തന്നെ നെന്മാറ MLA കെ ബാബുവും ഉണ്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി. അദ്ദേഹവും ഇവിടെയുണ്ട്. സ്വാഭാവികമായും ഒരു പ്രശ്നത്തിലേക്ക്, ഒരു ചെറിയ സംഘർഷത്തിലേക്ക് ഈ നെന്മാറ പോലീസ് സ്റ്റേഷൻ്റെ മുൻവശം വീണ്ടും ഒരു നാടകീയമായ രംഗങ്ങളിലേക്ക് നീങ്ങുന്ന കാഴ്ചകൾ തന്നെയാണ് നമ്മൾ വീണ്ടും കാണുന്നത്. പക്ഷേ അതിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമം പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഈ രീതിയിൽ ഈ പ്രശ്നത്തെ പരിഹരിക്കുക, രമ്യമായി പരിഹരിക്കുക എന്നുള്ള രീതി തന്നെയാണ് പോലീസ് പ്രാമുഖ്യം കാണുന്നത്. കാരണം ഇതൊരു ജനകീയ വിഷയമാണ്, അല്ലെങ്കിൽ ജനങ്ങളുടെ വികാരമാണെന്ന് പോലീസിന് നന്നായിട്ട് അറിയാം. അതിനെ നിയന്ത്രിക്കുക എളുപ്പമല്ല എന്നുള്ളതും പോലീസിന് കൃത്യമായി അറിയാം, ധാരണയുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ബിനിൽ കൂടി ചേരും. ബിനിൽ, എന്താണ് വീണ്ടും ആ ഒരു പ്രശ്നം, അത് പരിഹരിക്കാൻ എന്തെങ്കിലും ഇടപെടലുണ്ടോ? ഇപ്പോൾ വീണ്ടും പോലീസ് ഇടപെട്ടിട്ടുണ്ട്. പോലീസിന് ഇപ്പോൾ ആ റോഡിലേക്ക് തർക്കങ്ങൾ മാറിയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷൻ അകത്ത് നിന്ന് ബഹളമുണ്ടാക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരെയൊക്കെ തന്നെ പോലീസ് പുറത്തേക്ക് നീക്കുകയും ചെയ്തു. അവർ പോലീസ് സ്റ്റേഷനകത്തെത്തി DYSP അടക്കമുള്ളവരെ ചോദ്യം ചെയ്യുകയാണ് ഉണ്ടായത്. എന്തിന് നിങ്ങൾ ലാത്തിച്ചാർജ് ചെയ്തു എന്നതായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ ചോദ്യം. അതാണ് പ്രകോപനമുണ്ടാക്കിയത്. അങ്ങനെ പോലീസുമായി വാഗ്വാദത്തിലേക്ക് വന്നു. അവരെ പിന്നീട് ഇപ്പോൾ ഈ പോലീസ് സ്റ്റേഷന് പുറത്തേക്ക് മാറ്റുകയാണ്. പോലീസ് ബലം പ്രയോഗിച്ച് തന്നെ പോലീസ് സ്റ്റേഷന് പുറത്തേക്ക് മാറ്റി. ഇപ്പോൾ ഒരു വശത്ത് ആ പ്രതിഷേധങ്ങളൊക്കെ റോഡിന്റെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇപ്പോൾ ചെന്താമരയെ ലോക്കപ്പിനുള്ളിൽ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. അത് നമുക്ക് മറ്റൊരു വിൻഡോയിൽ കാണുകയും ചെയ്യാം. ആ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുന്നു. ആ ചോദ്യങ്ങൾക്കെല്ലാം തന്നെ കൃത്യമായ മറുപടിയും ചെന്താമര നൽകുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അന്വേഷണവുമായി ചെന്താമര സഹകരിച്ചു തന്നെയാണ് ഇപ്പോൾ പോകുന്നത്. എന്തിന് താൻ ഈ കൃത്യം ചെയ്തു, ഇത്രയും ദിവസം എവിടെയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ചെന്താമര വിശദീകരിക്കുന്നത്. ഇപ്പോഴുള്ള മൊഴിയെടുപ്പ് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ചെന്താമരയുടെ അറസ്റ്റ് രേഖപ്പെടുത്തും, ഔദ്യോഗികമായി രേഖപ്പെടുത്തും. അതിനുശേഷം നാളെ കോടതിയിൽ ഹാജരാക്കും. ആ നടപടികളിലേക്കും പോലീസ് പോവുകയാണ്. ദിവിഷ്, ശരി, എന്തായാലും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു. ജനങ്ങളുടെ പ്രതിഷേധം ആദ്യം വലിയ തോതിൽ ഇരമ്പിയാർക്കുന്നത് നമ്മൾ കണ്ടതാണ്. വലിയ തോതിൽ സംഘർഷത്തിലേക്ക് പോയി ലാത്തിചാർജും പെപ്പർ സ്പ്രേ പ്രയോഗവും ഒക്കെ കണ്ടു. പിന്നീട് MLA ഒക്കെ ഇടപെട്ട് ഒന്ന് രംഗം ശാന്തമാക്കിയപ്പോഴാണ് കോൺഗ്രസ് നേതാക്കളുടെയൊക്കെ പ്രതികരണവും പ്രതിഷേധവും ഉണ്ടായത് പെപ്പർ സ്പ്രേ പ്രയോഗത്തിൽ. കാരണം ജനങ്ങളെല്ലാം ഒന്നടങ്കം ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട് പോലീസിനൊപ്പം നിന്നതാണ്. എന്നിട്ട് പോലീസ് ഈ രീതിയിലാണ് തങ്ങളോട് പ്രതികരിച്ചത് എന്നായിരുന്നു അവരുടെ വാദം.